ഏകാഗ്രത കിട്ടിയത് എങ്ങനെയാണ്? മനസ്സ് സ്വസ്ഥമായി, മനസ്സ് നല്ല ഉറക്കം ബ്രെയിനെ റീഫ്രഷ് ചെയ്തു, നല്ല ചിന്തകൾ വന്നു. അപ്പോൾ അത് നമുക്ക് നല്ല വിശപ്പുണ്ടാക്കി, നല്ല ആരോഗ്യമുണ്ടാക്കി, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാക്കി, സമൂഹത്തിലും മറ്റുള്ള സ്ഥിതികളിലും ഒക്കെ നമുക്ക് നന്നായിട്ട് പെരുമാറാനും നന്നായിട്ട് പോകാനും പറ്റി. നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്താഗതികൾ നമുക്ക് അറിയാം. നമുക്കൊരു ആരുടെയെങ്കിലും ഒരു വേർപാടുണ്ടായാൽ ഹൃദയത്തിന് ഒരു വിഷമം വരിക. അപ്പൊ നമ്മുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ നമ്മുടെ അനാഹത ചക്ര എന്ന് പറഞ്ഞ ചക്ര ഡൗൺ ആവും. പിന്നെ നമുക്ക് കുറെ സമയത്തിന് കുറെ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇത് ഓർക്കും തോറും പിന്നെയും പ്രശ്നങ്ങളാവും. അപ്പൊ നമ്മുടെ ഹാർട്ട് ചക്രയ്ക്ക് കംപ്ലൈന്റ് ആകും. അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലും തകരാറിലും ഒക്കെ ആവും. നമ്മൾ ദിവസം യോഗ ചെയ്യുന്നവരാണ് എന്ത് ചെയ്യും? വിഷമം ഉണ്ടാവും. പക്ഷെ അതിനെ റിലീസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ കെട്ടിക്കിടക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നമുക്ക് കോട്ടുക വരുന്നത്? ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അമിതമായ കാർബൺ ഡയോക്സൈഡിനെ ഈ കൃത്രിമ കൂട്ടുവായിലൂടെ നമ്മൾ പുറത്തുവിടും. അതല്ല എങ്കിൽ ശരീരം സ്വാഭാവികമായിട്ട് ഒരു ദിവസം ഒരു 5-6 കൂട്ടുവായ പുറത്തുവിടും. അതോ ഓക്സിലേഷൻ കൂട്ടിയിട്ട് ഉറക്കത്തെ കൊണ്ട് നമ്മൾ ഉറക്കം വരുമ്പോഴേക്കും കൂട്ടുവായ വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് പുറത്ത് കളയേണ്ട കുറെ സംഗതികളുണ്ട്. അത് ശരിക്കും പുറത്തു പോകുന്നില്ല. ചിന്താഗതി, ശ്വസനം ചക്രയിലൂടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ നടുക്കൂടെ ഉള്ളിലേക്ക് എടുത്തപ്പം തലശൂന്യമായപ്പോൾ നമ്മുടെ ചിന്താഭാരം കൊണ്ട് മുണ്ടിക്കിടന്നിരുന്ന ആ ഒരു പ്രശ്നത്തെ പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് നോക്കുക. അപ്പൊ ആ ചിന്തകളെ നിയന്ത്രിക്കാനും മാനസിക സ്ഥിതി ശരിയാക്കാനും ആരോഗ്യസ്ഥിതി ശരിയാക്കാനും ഒക്കെ നമുക്ക് രാവിലെ ആരോ ഒരാൾ വരുന്നതിൽ എന്തോ ഒരു പ്രശ്നം നന്നായിട്ട് യോഗ ചെയ്യുന്ന ആരോ ഒരാളാണ്, ആരാണ് ഞാൻ പേര് ഓർക്കുന്നത്, വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് യോഗയ്ക്ക് ഒരു യോഗം വേണം. ചേച്ചി പറഞ്ഞു കേട്ടോ, അവിടുന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഇവിടെ യോഗ സെന്റർ തുടങ്ങിയാൽ പറ്റിയത്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ യോഗ ചെയ്യണമെങ്കിൽ എന്ത് വേണം? യോഗം വേണം. ആ യോഗത്തിലൂടെയാണ് യോഗയിലേക്ക് വരും. എല്ലാവർക്കും ഒന്നും യോഗയിൽ എത്താൻ പറ്റില്ല. യോഗയിൽ എത്തേണ്ടതാണ് ആരൊക്കെയാണ് പ്രപഞ്ചം സെലക്ട് ചെയ്യുന്നത്, അവരെ ശരിക്കും യോഗയിലെത്തും. അവരാ യോഗയിലെത്തി ആ യോഗാസ്ഥിതികളൊക്കെ അറിഞ്ഞ് നന്നായിട്ട് എല്ലാവർക്കും യോഗാസ്ഥിതിയിലെ ഭംഗിയായിട്ട് ആയുരാരോഗ്യ സമാധാന സ്ഥിതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാ ഞായറാഴ്ച ദിവസം രാവിലെ 10 മണിക്ക്, ഇന്നിപ്പോൾ നമ്മൾ യോഗയുടെ കുറച്ച് മുന്നോട്ട് പോയതാണ്, 10 മണി തൊട്ട് 11 മണി വരെ യോഗ ഫ്രീ ക്ലാസ് ആണ് എല്ലാ ഞായറാഴ്ചത്തെ. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളെയോ ബന്ധുമിത്രാദികളെയോ സുഹൃത്തുക്കളെയോ ആരെ പങ്കെടുപ്പിക്കുമെങ്കിൽ ഞായറാഴ്ച ദിവസം യോഗ ക്ലാസ്സിലൂടെ പങ്കെടുപ്പിക്കാം. സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും, നമുക്ക് പ്രത്യേകം വേണ്ട ക്ലാസ്സുകളായിരിക്കും. സൂര്യ നമസ്കാരം ഞാനൊക്കെ എനിക്കൊന്ന് യോഗ പഠിച്ചിരുന്ന സമയത്ത് സൂര്യ നമസ്കാരമൊക്കെ ഒരു റഫായിട്ട് കാര്യമായിട്ടൊക്കെ അറിയാം. അന്നൊക്കെ ഒരു സൂര്യ നമസ്കാരം ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു പോയിന്റ് ഉണ്ട് ഈ സൂര്യ നമസ്കാരം. ഞങ്ങൾ ഡീറ്റെയിൽ ആഴ്ചയിലെ കോഴ്സ് പഠിച്ചിട്ടാണ് എന്താണ് സൂര്യ നമസ്കാരം ഇത് ഇങ്ങനെ നമ്മൾ താടിയെ നെഞ്ചിൽ പിടിച്ച് എന്താണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പൊ ആ കൃത്യമായ അറിവിനെ, വിദ്യയെ നിങ്ങളിലേക്ക് തരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ യോഗ പഠിപ്പിച്ചപ്പോൾ സാറേ എങ്ങനെ കിട്ടും ഇങ്ങനെ ആളൊക്കെ നമ്മളെ സംഘടിപ്പിച്ച് സാറ് പറഞ്ഞ എന്താ പറയുക, യോഗയ്ക്ക് യോഗ ഉള്ളവരെ പ്രപഞ്ചം കണക്കിലൂടെ കൊണ്ടുപോകണം. ഈ ഒരു സെന്റർ പെട്രോൾ തുടങ്ങും, പമ്പ് തുടങ്ങിയാൽ മതി, ഇന്ധനം തീർന്ന വണ്ടി വന്നു. സത്യമാണ്. നമ്മൾക്ക് ആർക്കൊക്കെയാണ് മനസ്സമാധാനം വേണ്ടി, ആർക്കൊക്കെയാണ് പിന്നെ ആരോഗ്യസ്ഥിതി വേണ്ടിയത്, അവരൊക്കെ യോഗയുടെ ഇത് കാര്യങ്ങൾക്കും അവർക്കറിയാം. അവരുടെ ഉള്ളിൽ ഇരുന്ന് ആ ഒരു ബോധത്തിന് മനസ്സിലാവും എനിക്ക് റീഫ്രഷ് ചെയ്യാനുള്ള സമയമായി, അതിനുള്ള സെന്റർ ആ റീചാർജിങ് പോയിന്റ് ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അങ്ങനെയാണ് ഈ യോഗ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വളരെ മാനസിക ആത്മീയമായിട്ട് അവരൊക്കെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനൊക്കെ യോഗ ഉണ്ട്. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് പിരിയും.